ഫ്രൈഡ് റൈസ് ഒരു ഫാസ്റ്റ് ഫുഡ് ആയാലും അതെങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്ക് നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് അത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. വീഡിയോ കാണുമ്പോൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യം ബാസ്മതി റൈസ് എത്രയാച്ചാൽ ആവശ്യമുള്ള ബാസ്മതി റൈസ് ബോയിലിംഗ് മെത്തേഡിൽ ഞാനത് വേവിച്ചെടുത്തു. കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒരു 3-4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ബോയിൽ ചെയ്ത ശേഷം ബാസ്മതി റൈസ് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ നമ്മളത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അതൊന്ന് വാർക്കണം. പിന്നെ ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വെച്ചു സൈഡിൽ. പിന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ പനീർ എടുത്തു, പനീർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ കോളിഫ്ലവർ, പിന്നെ ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻസ്, പിന്നെ ഇഞ്ചി പൂണ്ടും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചി കുറച്ച് ലോങ് ആയിട്ട് കട്ട് ചെയ്തു. പിന്നെ പെപ്പറും പിന്നെ ജീരകം ഒന്ന് കോഴ്സായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു. സോ ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ഒരു വലിയൊരു ചീഞ്ചട്ടി എടുക്കാം, പരന്ന ചീഞ്ചട്ടി എടുക്കാം. അതിൽ ഞാൻ ബട്ടർ യൂസ് ചെയ്തു, വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം, ഇനി കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. പിന്നെ അത് ചൂടായ ശേഷം ഈ ഹോൾ സ്പൈസസ് പട്ട ഗ്രാമ്പു അതൊക്കെ ഇടാം. നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി പൂണ്ടും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് ഈ നന്നായിട്ട് ഇതിങ്ങനെ ഫ്രൈ ആയ ശേഷം വെജിറ്റബിൾസ് എല്ലാം ഒന്നൊന്നായിട്ട് ഇടാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്കാവേ വേണ്ടു, ഫുള്ളായിട്ട് അതങ്ങോട്ട് ബോയിൽ ആവണ്ട. അതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും ചെറുതായിട്ട് കട്ട് ചെയ്തണം. അപ്പൊ അത് നന്നായിട്ടുണ്ടാവും കടിക്കാൻ ഫ്രൈഡ് റൈസിന്. അതൊന്ന് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ്സ് അതങ്ങോട്ട് മൂടി വെക്കുക. ഹാഫ് ബോയിൽ ചെയ്താൽ മതി. പിന്നെ ഈ സമയത്ത് നമ്മൾ പെപ്പർ ഇടാം, ഈ സമയത്ത് നമ്മൾ പനീർ ഇടാം. പിന്നെ നമ്മൾ പെപ്പറും ജീരകവും കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്തത് അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചോറ് ഓൾറെഡി വാർക്കാൻ വെച്ചു. ഞാൻ ഇത് ചൂടാറിയ ശേഷം അത് അതിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഹാഫ് ഞാൻ വെജിറ്റബിൾസ് വതക്കുമ്പോൾ ഇട്ടു, ബാക്കിയുള്ള ഹാഫ് ഞാൻ ഇപ്പൊ അവസാനം ഇടാം. സോ നല്ല ഒരു ടേസ്റ്റി ഫ്രൈഡ് റൈസ് ആണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം, നല്ല കളർഫുൾ ആയിട്ടും ഉണ്ട്. ഇത് ഇടയ്ക്ക് സൺഡേയോ സാറ്റർഡേയോ ഫ്രീ ആയിട്ട് ഉണ്ടാവുമ്പോൾ സൺഡേ സാറ്റർഡേ കുറെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ലേസി ആവും. ആ സമയത്ത് നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും, കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. പിന്നെ അതിന് ഞാൻ റൈത്ത ഓണിയനും ഗ്രീൻ ചില്ലി വെച്ചിട്ടുള്ള ഒരു റൈത്ത ഉണ്ടാക്കി, സാലഡ് ഉണ്ടാക്കി, കേർഡും ഓണിയനും ഗ്രീൻ ചില്ലി കൊത്തമല്ലി ഇട്ടിട്ട് അതൊരു സാലഡ് ഉണ്ടാക്കി. പിന്നെ ഗുലാബ് ജാമുൻ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.